ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ABC ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. A ഫോർ ആപ്പിൾ, B ഫോർ ബീട്രൂട്ട് ആൻഡ് C ഫോർ ക്യാരറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്പിൾ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബീട്രൂട്ട് വളരെ ചെറുതാണ്. അതേസമയം നിങ്ങളെടുക്കുന്ന ബീട്രൂട്ട് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതിൻ്റെ ആ ഒരു കമർപ്പ് രസം മുന്നിട്ട് നിൽക്കും. അപ്പോൾ ജ്യൂസ് കുടിക്കാൻ തോന്നിയില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനൊരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അടുത്തത് വേണ്ടത് ഈ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി. പിന്നെ വേണ്ടത് ഒരു നാരങ്ങ, അതിൻ്റെ സ്കിന്നും അതുപോലെ സീഡ്സൊക്കെ കളഞ്ഞിട്ട് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മിൻറ്റ് ലീഫ് വേണം. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് പഞ്ചസാരയ്ക്ക് പകരം തേനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാതും കൂടെ ഇട്ട് കൊടുക്കാം. ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ ഇഞ്ചി അപ്പം വളരെ ചെറിയ പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ നാരങ്ങ, പിന്നെ മിൻറ്റ് ലീഫ്. ഇനി നമുക്കിതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ABC ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.